നമസ്കാരം. കഞ്ഞി ടു പാസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ തന്നെ ഒരു സ്റ്റോറിയാണ് കേട്ടോ. എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ യൂറോപ്പിലൊക്കെ പോയിട്ടൊന്ന് സെറ്റ് ആവാന്നുള്ളത്. അങ്ങനെ ഞാനൊരു ഏജൻസിനെ കണ്ടുമുട്ടി. 2 പേരായിരുന്നു ആ ഏജൻസി ഉണ്ടായിരുന്നത്. അവർ പോളണ്ടിലായിരുന്നു. അപ്പോൾ അവർക്ക് പൈസയൊക്കെ കൊടുത്തു. അങ്ങനെ പോളണ്ടിലേക്കുള്ള യാത്രയിലാണ്. പോളണ്ടിൽ അങ്ങനെ വാർസോയിലെത്തി. അവിടെ ആ എയർപോർട്ടിൽ അവർ 2 പേരും കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കൂടെ പോയി. അതിൽ ഒരാളുടെ പിന്നെ റൂമിലാണ് എന്നെ താമസിപ്പിച്ചത്. അവിടെ താമസിപ്പിച്ചു. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവരൊരു ഹോസ്റ്റലിലേക്ക് മാറ്റി നമ്മളെ. ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ചെറിയൊരു എന്താ പറയുക മരത്തിൻ്റെ ഒരു വീടാണ്. അതായത് പണ്ട് വേൾഡ് വാർ സമയത്ത് റഷ്യയൊക്കെ ഉപയോഗിച്ച ഒരു ടെൻറ്റ് പോലത്തുള്ളൊരു സംഭവമാണ് ഹോസ്റ്റൽ എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു റൂമിലാണ് 6 മലയാളികൾ. അപ്പോൾ ഈ റൂമിൽ നിന്ന് തന്നെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നതും എല്ലാ കാര്യങ്ങളും. ബാത്റൂം പുറത്താണ്, കോമൺ ബാത്റൂം. അപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് ജോലിയൊന്നും ഇവർ റെഡിയാക്കി തരുന്നില്ല. കാരണം നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഇവർ പറഞ്ഞത് 75,000 ആണ് സാലറി വരുന്നത്. 75,000 രൂപ ഇന്ത്യൻ റുപ്പി. പിന്നെ മെഷീൻ ഓപ്പറേറ്ററാണ് ജോലി. അവിടെ ഫുഡ് കിട്ടും കമ്പനിയുടെ വക. റൂമൊക്കെ കമ്പനിയുടെ വകയാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ അവിടത്തേക്ക് വന്നത്. അവിടെ എത്തിയപ്പോൾ ഒന്നുമില്ല. ജോലിയില്ല, പറഞ്ഞ ജോലിയില്ല, ഫുഡില്ല, ഒരു കാര്യമില്ല. അങ്ങനെ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തെന്നോ? കാരണം ഇവരുടെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ടും ഇല്ല. അങ്ങനെ ഞാൻ തന്നെ സ്വയം ജോലി അന്വേഷിച്ചിട്ട് പോകാൻ തുടങ്ങി. പിന്നെ ആ സമയത്ത് ഒരു ദിവസം ഒരു ആപ്പിളൊക്കെ കഴിച്ചിട്ടാ പോകട്ടെ. കാരണം പൈസയില്ല. ഈ നാട്ടിൽ നിന്ന് 8,00,000 ഒക്കെ കടം വാങ്ങിയിട്ടാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ അവിടെ എത്തിയിട്ട് ജോലിയില്ല 2, 3 മാസമായിട്ട്. ഭക്ഷണം വേണ്ടേ? നാട്ടിൽ നിന്ന് പിന്നെയും കടം വാങ്ങിയിട്ടാണ് അവിടെ നമ്മൾ ജീവിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാട്ടിലത്തെ അവസ്ഥയെക്കാട്ടിയും ഭയങ്കരം ശോകമായിരുന്നു അവിടുത്തെ അവസ്ഥ. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ ജോലി അന്വേഷിച്ച് പോകും. അങ്ങനെ ഒരു കബാബ് ഷോപ്പിലൊക്കെ ജോലി കിട്ടുന്നുണ്ട്. പക്ഷെ അവിടുന്ന് എന്നെ പറ്റിച്ചു. അതൊക്കെ കഥ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾ പറഞ്ഞുതരാം. കാരണം ഒറ്റ സ്റ്റോറി ആയിട്ട് എല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബോറടിക്കും. ഒരുപാട് ലെങ്ത് ആയിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ഓരോ എപ്പിസോഡിലും ഓരോ കഥകളായിട്ട് പറഞ്ഞുതരാം. കാരണം എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആരും ഇങ്ങനത്തെ ചതിയിലൊന്നും പോയി പെടാൻ പാടില്ല. നിങ്ങൾ പൈസയൊക്കെ കൊടുക്കുമ്പം വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയണം. കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കുന്ന പൈസ ചുമ്മാ ഇങ്ങനെ പോകുമ്പോഴുണ്ടല്ലോ. പിന്നെ ഒരുപാട് പേര് നാട്ടിലുണ്ട് ഈ പൈസയൊക്കെ വാങ്ങിയിട്ടും അവരെ കൊണ്ടുപോകാൻ പറ്റാത്ത കൊണ്ടുപോകാത്ത കുറേ ഏജൻസിയും ആൾക്കാരൊക്കെ ഉണ്ട്. അവരെയും സൂക്ഷിക്കുക. പിന്നെ നല്ല ഏജൻസി ഒരുപാടുണ്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ആരൊക്കെയാണ്. പക്ഷെ ഉണ്ടാവുമല്ലോ, എല്ലായിടത്തും അങ്ങനെയാണല്ലോ. അപ്പോൾ അവരെ നിങ്ങൾ കറക്റ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് പോകാൻ കഴിയും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക.